റഷ്യ യുക്രൈൻ യുദ്ധം 2026 വരെ അവസാനിക്കാൻ സാധ്യതയില്ല എന്ന ഒരു പ്രഡിക്ഷൻ നാറ്റോ പുറത്തുവിട്ടിരിക്കുന്നു. നാറ്റോ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ പുറത്തുവിട്ടു. ഇസ്രയേൽ ഹമാസ് പ്രശ്നം 100 ദിവസങ്ങൾ പിന്നിട്ടു. ഈ ഒരു പ്രശ്നമെങ്കിലും അവസാനിക്കുമോ എന്ന് നോക്കിയാൽ അതിനും യാതൊരു സാധ്യതയുമില്ല. എന്തുകൊണ്ട്? കാരണം ഇസ്രയേൽ പാലസ്തീൻ കഴിഞ്ഞ് ഇപ്പോൾ യമനും ഈ ഒരു യുദ്ധത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ കഴിഞ്ഞ ദിവസവും ഹൂതീസിനെതിരായ ആക്രമണം UK US ചെയ്തിരുന്നു. ഇനിയും ആക്രമണം തുടരുമെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്കെതിരെ കളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പലരും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ യമൻ ശരിക്കും എന്താണ് പറഞ്ഞതെന്നറിയാമോ? യമൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? ഇസ്രയേലിന്റെ അടുത്ത ഘട്ട നീക്കം എന്താണ്? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇസ്രയേലിന്റെ IDF കാരണം പലസ്തീൻ ജനങ്ങൾ 24,000 പേർ മരണപ്പെട്ടു എന്നതാണ്. ഈ 24,000 പേരിൽ 70% കുട്ടികളും സ്ത്രീകളുമാണെന്ന ഒരു റിപ്പോർട്ട് ഗാസ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കേൾക്കുന്ന നമുക്ക് പോലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്? കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇതിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിളക്കം ബാധിച്ച കുട്ടികളുടെ എണ്ണം 48,000-ൽ നിന്ന് 71,000-ലേക്ക് ഉയർന്നിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്കുള്ള വയറിളക്കത്തിന്റെ പ്രധാന കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഫുഡിനായാലും വെള്ളത്തിനായാലും ഒട്ടും വൃത്തിയില്ല. അവിടെയുള്ള കുട്ടികൾക്ക് മതിയായ ആഹാരം ലഭിക്കുന്നില്ല, പോഷകാഹാരം ലഭിക്കുന്നില്ല. ഇതൊക്കെ കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് പോലും നല്ല ഹോസ്പിറ്റലുകളില്ല. 36 ഹോസ്പിറ്റലുകളിൽ 25 എണ്ണത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളതിൽ ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകളൊക്കെ നടക്കുന്നുമുണ്ട്. ഇതാണ് അവിടെ അവസ്ഥ. കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നിന്നും ഒരു അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഗാസ ജനങ്ങൾ, പാലസ്തീൻ ജനങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ, അവർക്ക് അനുമതി കൊടുത്തൂടെ എന്ന്. ഗാസ പലസ്തീൻ ജനങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന റാഫ ക്രോസിംഗ് കൂടാതെ ബാക്കി അതിർത്തി ഭാഗങ്ങളും ചുരുൾക്കമ്പി കൊണ്ട് അവർ മതിൽ പണിഞ്ഞു. സോ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. പലസ്തീൻ ജനങ്ങളെ അല്ലെങ്കിൽ ഗാസയിൽക്കകത്ത് താമസിക്കുന്ന പലസ്തീൻ ജനങ്ങളെ അവിടെ വെച്ച് തന്നെ കൊന്നാലും അവരെ രക്ഷപ്പെടുത്താനുള്ള യാതൊരു ശ്രമവും അറബ് രാജ്യങ്ങളായാലും ഇസ്ലാം രാജ്യങ്ങളായാലും ആരും തന്നെ മുൻകൈ എടുക്കുന്നില്ല. ഗാസ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഒരു ചോദ്യചിഹ്നമായി മാറി നിൽക്കുകയാണ്. പൊതുവെ ഒരു മാസത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന വയറിളക്കവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസിന്റെ എണ്ണം 2000 ആണ്. ഇപ്പോൾ അതിന്റെ 2000% വർദ്ധിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് ഹെൽത്ത് മിനിസ്ട്രി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. സോ 2000% വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ കാര്യമൊന്ന് ചിന്തിച്ചു നോക്കൂ. കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് ഗാസ സ്ട്രിപ്പ് ഇപ്പോൾ കുട്ടികളുടെ ശ്മശാന ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഏകദേശം ഗാസയിൽ മാത്രം 1,55,000 ഗർഭിണികൾ പ്ലസ് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ഉണ്ടാകുന്നെന്ന് പറയുന്നു. അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഗാസയിലെ സാഹചര്യം മുന്നോട്ട് പോകുന്നത്. യമൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊപ്പഗണ്ട ഞങ്ങളുടെ പക്കൽ ചിലവാകില്ല, ഞങ്ങളുടെ ആക്രമണം ഇനിയും തുടരുമെന്നതാണ്. US, UK, കാനഡ, ബഹ്റൈൻ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ ഇതിന് സമ്മതം അറിയിച്ചിരുന്നു. അങ്ങനെ US-ഉം UK-യും യമൻ എന്ന രാജ്യത്തിനുള്ളിൽ തന്നെ പ്രവേശിച്ച് അവിടെയുള്ള 60-70 ടാർഗറ്റുകൾ ആക്രമിക്കുന്നു. യമനിലെ എത്ര ഹൂതീസ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ അടുത്തഘട്ട ലക്ഷ്യം എന്നത് ഹൂതീസിനെ ഒരു തീവ്രവാദ ലിസ്റ്റിൽ ചേർക്കണമെന്നതാണ്. സോ ജോ ബൈഡന്റെ ഈ തീരുമാനത്തിന് അമേരിക്കയിലെ നിരവധി അധികാരികൾ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഹൂതീസ് പറയുന്നുണ്ട് ഇതോടെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല, പാലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആക്രമണം നടത്തുമെന്നും പറഞ്ഞ് 100-ൽ പരം മിസൈൽസ് 13-ാം തീയതി US-നും UK-ക്കുമെതിരെ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേലിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? അമേരിക്കയെ ഫുൾ ഫ്ലഡ്ജോടുകൂടി തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുക എന്നതാണ്. ഓൾറെഡി അമേരിക്ക ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ പലരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് യമനിൽ എയർ സ്ട്രൈക്ക് ചെയ്ത അമേരിക്ക എന്ന്. അമേരിക്കയാണ് ഈ പ്രശ്നത്തിന് കാരണം. അമേരിക്കയാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണ് ഇപ്പോൾ യമനിൽ വന്ന് ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ സെൻകോമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഇസ്രയേലിന്റെ പ്ലാനും തയ്യാറായി വേറെ വഴിയില്ലാതെ അമേരിക്കയും ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു.
ഈ ഒരു സ്ട്രൈക്കിൽ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ചില പാശ്ചാത്യ രാജ്യങ്ങളുമുണ്ട്. ഫ്രാൻസ് സമ്മതിച്ചിട്ടില്ല, ഇറ്റലി സമ്മതിച്ചിട്ടില്ല, ജർമ്മനി സമ്മതിച്ചോ ഇല്ലയോ എന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇങ്ങനെ പല രാജ്യങ്ങളും ഇതിന് സമ്മതം അറിയിച്ചിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലും ചില വിഭജനങ്ങൾ വന്നു കഴിഞ്ഞു. ഈ ഒരു വിഭജനം തുടരുകയാണെങ്കിൽ ഇത് തീർച്ചയായും വലിയൊരു പ്രശ്നമായി മാറും. സോ യമൻ എന്ന രാജ്യത്തിനെതിരെ അമേരിക്ക നടത്തുന്ന ഈ ഒരു യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വളരെ വലിയ തലവേദനയായി മാറാമെന്ന് പറയുന്നു. ഇപ്പോൾ ബ്രിക്സ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 28 ബില്യൺ അമേരിക്കൻ ഡോളറിനായുള്ള ഒരു ബോണ്ട് റിലീസ് ചെയ്തിരിക്കുന്നു. സോ ഈ 28 ബില്യൺ അമേരിക്കൻ ഡോളർ എന്നത് ഡോളറായി തന്നെ വാങ്ങണമെന്നില്ല, അവനവന്റെ രാജ്യത്തെ കറൻസി പ്രകാരം വാങ്ങിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. സോ ഡോളറായി തന്നെ വിൽപ്പന നടത്തേണ്ട ആവശ്യമില്ല, അവനവന്റെ രാജ്യത്തെ കറൻസി വെച്ച് തന്നെ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഈസിയായി ബ്രിക്സിന് ഡീ ഡോളറൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നതിന്റെ ഒരു ഉദാഹരണമായി ഇതിനെ കണക്കാക്കാം. ഇപ്പോൾ ബില്യൺ കണക്കിനുള്ള ബോണ്ട്, ഇത് വളർന്ന് നാളെ ട്രില്യൺ കണക്കിനുള്ള ഒരു ബോണ്ട് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൾട്ടിപോളർ വേൾഡിന്റെ ഒരു ട്രെയിലർ ബ്രിക്സ് രാജ്യങ്ങൾ 5+5 അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 രാജ്യങ്ങൾ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. സോ ഇറാനും ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്നുമല്ല, ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഒരു ബോണ്ട് റിലീസ് ചെയ്തിരിക്കുന്നു. അത് അവനവന്റെ സ്വന്തം കറൻസിയിൽ തന്നെ വാങ്ങാം എന്നതാണ് ഡീ ഡോളറൈസേഷൻ. ഇങ്ങനെ അമേരിക്കയ്ക്കെതിരെ ഇറാൻ കളി നീക്കിയിരിക്കുന്നു. ഇറാൻ ഇതോടെ അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇറാൻ അറിയാം ഇറാനെതിരെ UK, US, ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾ വരുമെന്നത്. കാരണം ഹൂതീസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഇതെല്ലാത്തിന്റെയും പേരിൽ ഇറാനെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. സോ ഇറാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സുഹൃത്ത് രാജ്യങ്ങളായ റഷ്യ, ചൈന, ഇന്ത്യയുമായൊക്കെ നല്ലൊരു സുഹൃത്ത് ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറും ഇറാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇറാൻ ഇറാഖും ഒരു കാലഘട്ടത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അവർ സുഹൃത്തുക്കളായി തുടരുന്നു. ഇറാഖിന് ആവശ്യമായ ഗ്യാസ് അതുപോലെ തന്നെ പെട്രോൾ എല്ലാം ഞങ്ങൾ ഫുൾഫിൽ ചെയ്തു കൊടുക്കും. ഇറാഖുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോജക്റ്റും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സോ അലക്സ സ്റ്റോം എന്നത് ഇത്രയും നാൾ മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, അറബ് രാജ്യങ്ങളായിക്കോട്ടെ, പാശ്ചാത്യ രാജ്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഒരു ഇക്വേഷനെ വലിയ രീതിയിൽ കൊളാപ്സ് ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ കളി നീക്കം ഇസ്രയേലിനെതിരായി മാറിയിരിക്കുന്നു. അമേരിക്കയെ ഈ ഒരു യുദ്ധത്തിൽ ഉൾപ്പെടുത്താനും ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയും ഇതിൽ നേരിട്ട് ഈ ഒരു യുദ്ധത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. US, UK എയർ സ്ട്രൈക്ക് ഓൺ യമൻ എന്നതിനെ കുറിച്ച് ഈജിപ്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ US-ന്റെയും UK-യുടെയും ഈ ഒരു പ്രവൃത്തിയെ ഞങ്ങൾ അപലപിക്കുന്നു. ഈ ചെയ്തത് ഒട്ടും ശരിയല്ല എന്നതാണ്. ക്യൂബയും പറഞ്ഞിട്ടുണ്ട് യമനിൽ നടത്തിയ ഈ ഒരു എയർ സ്ട്രൈക്ക് ഒട്ടും ശരിയല്ല, മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തതിന്റെ ഈ ഒരു പ്രവൃത്തിക്കുള്ള മറുപടി, തിരിച്ചടി നിങ്ങൾ തന്നെ നേരിടേണ്ടി വരും. ഞങ്ങളൊന്നിനും പങ്കാളികളാവില്ല. ഞങ്ങൾ ഫലസ്തീൻ ജനങ്ങളോടൊപ്പമാണെന്ന് അവരും അവരുടെ വാദം അറിയിച്ചിട്ടുണ്ട്. ഓവറോളായി നോക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലെ വിള്ളൽ, അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ ജനങ്ങൾക്ക് അവരുടെ രാജ്യത്തേക്കുള്ള പ്രവേശനം കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു സത്യം, ഹിസ്ബുള്ള, ഹമാസ് എന്ന 2 സംഘടനയുടെ ആക്രമണം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ യുദ്ധവും ആരംഭിക്കാം. ഈ യുദ്ധം വലിയൊരു യുദ്ധമായി മാറുമോ എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വരുന്ന അപ്ഡേറ്റുകളിലൂടെ അറിയാൻ പറ്റും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.